അമേരിക്കൻ പൊളിറ്റിക്സ് വീഡിയോ 1. എന്താണ് അമേരിക്കയിലുള്ള സോമാലികളുടെ ഇഷ്യൂ? ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതിൽ പറയുന്ന നമ്പറുകളൊന്നും 100% ആക്യുറേറ്റ് അല്ലെങ്കിലും ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഐഡിയ കിട്ടും. 1990കളിൽ സോമാലിയയിൽ ഗവൺമെന്റ് കൊളാപ്സ് ആയപ്പോൾ അവിടെ സിവിൽ വാർ തുടങ്ങിയതിന് ശേഷം ധാരാളം സോമാലികൾ അമേരിക്കയിൽ റെഫ്യൂജി സ്റ്റാറ്റസിൽ അസൈലം ക്ലെയിം ചെയ്ത് ഇവിടെ വന്നുകൂടിയിട്ടുണ്ട്. അവർ 10-30 വർഷങ്ങളായി പുരോഗമിച്ച് ഓരോ സിറ്റികളിൽ അവർ താമസമുറപ്പിച്ചു. അതിൽ പ്രധാന സ്ഥലമാണ് മിനസോട്ട സ്റ്റേറ്റിലെ സെയിന്റ് പോൾ സിറ്റിയും മിനിയപോലിസ് സിറ്റിയും, അതുപോലെ ഒഹായോ സ്റ്റേറ്റിലെ കൊളംബസ് സിറ്റിയും. ഇന്ന് അവർ അവിടെ ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് നിന്ന് ഒരു വോട്ടിംഗ് ബ്ലോക്കായി വോട്ട് ചെയ്ത് ഇലക്ഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ഇടയിൽ നിന്നും ഫെഡറൽ ഗവൺമെന്റിലോട്ട് മിനസോട്ടയിലെ 5th ഡിസ്ട്രിക്റ്റിൽ നിന്നും ഇലക്ഷൻ ജയിച്ച് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ വന്ന ഒരു പെണ്ണാണ് ഇൽഹാൻ ഒമാർ. ഇന്ന് അമേരിക്കയിലെ മിനിയപോലിസിലും സെയിന്റ് പോൾസ് സിറ്റിയിലും ധാരാളം ഫ്രോഡ് സ്കാംസ് അവർ റൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ തുടങ്ങിയ പല ബിസിനസ്സുകളും ചൈൽഡ് കെയർ സെൻറ്റേഴ്സ്, ഓട്ടിസം സെൻറ്റേഴ്സ്, ഫ്യൂച്ചർ ടു ദി ഫീഡ് റെസ്റ്റോറൻറ്റുകൾ, പിന്നെ ഫുഡ് സ്റ്റാമ്പ്സ്, അങ്ങനെ ധാരാളം ബിസിനസ്സുകൾ അവർ തുടങ്ങി. ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് ധാരാളം ഗ്രാൻറ്റുകളും ലോണുകളും കിട്ടുന്നതാണ്. ഈ സർവീസുകളെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന ജനങ്ങൾക്ക് ഒരു പൈസ പോലും പേ ചെയ്യേണ്ട, എല്ലാം ഗവൺമെൻറ്റാണ് പേ ചെയ്യുന്നത്.